അലി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, ഈ മഹത്തുക്കൾക്കെതിരെ ഇബ്നു തൈമിയ സംസാരിച്ചു എന്ന് അല്ലാമ ഹുസ്നിയുടെ ഗ്രന്ഥത്തിലുണ്ട് എന്ന് പറയുന്നാരാ? ഏലംകുളം സഖാഫിയാണ്. പേരോണ്ണോ? അത് ഉറപ്പില്ല. നമ്മൾ അയാളെ കൂടെ ചായ കുടിച്ചിട്ടില്ലല്ലോ, പിന്നെങ്ങനെ അയാളെ വിശ്വാസമൊക്കെ നമുക്കറിയാൻ പറ്റുക? നമ്മളതിന് വിധി പറയേണ്ടതില്ലല്ലോ. നസീറ സരി എന്താ പറഞ്ഞേ അറിയോ? പേരോട് നിങ്ങളാരും പ്രയാസാകണ്ട, അയാൾ പഠിച്ചു വരുന്നേ ഉള്ളൂ എന്നാണ്. നസീറ അതിൻ്റെ പൂർണ്ണതയിൽ എത്തി നിൽക്കുകയാണ്. പേരോട് പഠിച്ച് വരുന്നേ ഉള്ളൂ. പിന്നെ ഈ കുരുവട്ടൂരികൾ ഉണ്ടായതുകൊണ്ട് ഒന്നിച്ചങ്ങോട്ട് പറയാനും പറ്റൂലല്ലോ എന്നാണ്. ഇതാപോലെ ആകെയുള്ള പ്രശ്നം. ഞങ്ങളില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയോളൂ. നസീറെതിരെ ആ ക്ലിപ്പിട്ടുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അയാൾ പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ മർക്കസിൽ പഠിക്കുന്ന കാലത്ത് അവിടുത്തെ ഉസ്താദുമാർ ഇബ്നു തൈമിയെക്കുറിച്ച് പറഞ്ഞിരുന്ന ഒരു പൊട്ടനാണ് എന്നാണ്. നെല്ലിക്കുത്ത് ഉസ്താദിൻ്റെ പേര് പറയാതെ പറയുന്നുണ്ട്, പൊട്ടനാണ് അയാൾ. അയാളൊക്കെ എൻ്റെ അടുത്ത് വന്ന് പഠിക്കട്ടെ എന്ന് നെല്ലിക്കുത്ത് പറയാറുണ്ടായിരുന്നു എന്നാ. കേട്ടോളൂ, നസീറ സരി ഇടപെടുന്നു. ഇവരെ ഹൈത്തമിയെ സംബന്ധിച്ച് ചിലർ അങ്ങനെ എന്തിൻ്റെ ആരോപണം പറയാറുണ്ട്. ഇവരുടെ അസ്കലാനിയെ സംബന്ധിച്ച് അങ്ങനെ ആരും ഒരാരോപണം ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, പറയാൻ വകുപ്പില്ല. കാരണം ഇതിൻ്റെ തുടക്കത്തിൽ ഇബ്നു തൈമിയ്യയുടെ പാണ്ഡിത്യത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശദമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമാണിത് പറയുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ പുതിയ ഒരു മാറ്റം, അള്ളാഹു അദ്ദേഹത്തിന് വെളിച്ചത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും പ്രത്യാശിക്കുന്നതും. പക്ഷെ ചില സംഗതികൾ വിശദീകരിക്കേണ്ടത് ആവശ്യമായിട്ട് വരുമല്ലോ. അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. കാരണം നേരത്തെ കാലത്ത്, വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ ആ സംഘടനയിൽ ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന്മാരിൽ നിന്നും അദ്ദേഹത്തിൻ്റെയും എൻ്റെയും ഒക്കെ ഗുരുനാഥന്മാരിൽ നിന്നും വ്യക്തമായി കേട്ടിട്ടുള്ളതിന് നേരെ വിരുദ്ധമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ഈ രണ്ട് ചെവിയിൽ കേട്ടതാണ്. കാരന്തൂർ മർക്കസിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ച നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അതിന് സാക്ഷ്യമാണ്. മരണപ്പെട്ടു പോയ ഒരു ഉസ്താദ്, ഞാൻ അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല, മരിച്ചുപോയ ഒരാളല്ലേ, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, പച്ചയായി മലയാളത്തിൽ പറയുന്നത്, പൊട്ടൻ ഇബ്നു തൈമിയ പൊട്ടനാണ്, ഒന്നും അറിയില്ല. എൻ്റെ അടുക്കൽ വന്നിരുന്ന് മന്തിക്ക് പഠിച്ചിരുന്നെങ്കിൽ ഇബ്നു തൈമിയ കേട് വന്നു പോകില്ലായിരുന്നു എന്ന് പച്ചയായിട്ട് ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്. ഞങ്ങളൊക്കെ മർക്കസ് പഠിക്കുന്ന കാലത്ത് പൊട്ടൻ ഇബ്നു തൈമിയ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇന്ന് അയാൾ പറയുന്നതിന് നേരെ എതിരാണ്. ഞങ്ങളെന്താ പറയണത്? അയാൾ പൊട്ടൻ ഇബ്നു തൈമിയാണ് എന്നാണ് ഒന്നുകൂടി ഏറ്റി പറയേണ്ടി വരും. മശായിഖിന്റെ മുഴുവനും കുരുത്തക്കേട് തട്ടി ളാല്ലുൻ മുദില്ലുമായ ആളാണ് അയാൾ. പേരോടിൻ്റെ മാറ്റം ഞങ്ങളെ അത്ഭുതപ്പെടുത്തി എന്നാ പറഞ്ഞത്. ഇത് ഞങ്ങൾ മാത്രം പറയുന്നതല്ല, മുജാഹിദുകൾ ഇതിനു വേണ്ടി പേരോടിനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. അബ്ദുൽ നസീർ അസീർ പറഞ്ഞ വെളിച്ചത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. വെളിച്ചേതാ? കരിപ്പൂര് മുജാഹിദ് സമ്മേളനം, അതിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹുസൈൻ സലഫി അറിയില്ലേ, കസേര ഇവിടെ ഒഴിവുണ്ട്. ഇതൊക്കെ ലോകം കാണട്ടെ, ഒന്നുകൂടി ഇടപെടട്ടെ. നസീർ അസീറി അവരുടെ അടുക്കൽ പഠിച്ചത് വീണ്ടും പുറത്തേക്ക് കോളാമ്പിയിൽ ഛർദ്ദിച്ചു കൊടുത്ത ഒരാളായിരുന്നല്ലോ ഈ പേരോട്. എത്ര സ്റ്റേജിലാണ് കയറി പ്രസംഗിച്ചത്? ഒന്നും തിരിയൂല പൊട്ടൻ, ഒന്നും തിരിയാത്ത പൊട്ടൻ. അള്ളാഹുവിനെ ഒരു പാർവതിയോട് ഉപമിച്ച ആള്, അള്ളാഹുവിനെ കുറിച്ച് ജഡമാണെന്ന് പറഞ്ഞ ആള്, എന്തെല്ലാം പറഞ്ഞത്. ഒരു കൊട്ട മസലയിൽ മുസ്ലിം ലോകത്തിന്റെ ഇജ്മാഇന് വിരുദ്ധം ചെയ്ത ആള്. ഒരു മസല രണ്ട് മസല ഒന്നല്ല, ഓല എണ്ണി പറയും. മുസ്ലിം ലോകത്തിന്റെ ഇജ്മാ ഉള്ള ഡസൻ കണക്കിന് മസലകളിൽ ഇബ്നു തൈമിയ ഇജ്മാഇന്റെ പുറത്താണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എണ്ണി പറയും. ഓരോന്നും ഞാൻ എണ്ണി പറയുന്നില്ല. ഉദാഹരണത്തിന് അന്നത്തെ പ്രസംഗം അയാൾ ഓർത്തെടുക്കുകയാണ്. ബുഖാരിയിലെ പ്രധാനപ്പെട്ട അതിൻ്റെ മെയിനാളെ മരുമകനായി മുജാഹിദ് സമ്മേളനത്തിൽ വെളിച്ചത്തിലെത്തിയ ആളാണ് ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾ പറയാണ്,
കാരണം ഇയാളുടെ ഫസ്റ്റ് ഇങ്ങനെയൊക്കെയാണല്ലോ ഈ അസുഖം. അയാൾ പറയുന്നുണ്ട് ഈ അസുഖത്തിലൂടെയാണ് ഞാൻ വന്നത്, അപ്പോൾ എനിക്കത് കൃത്യമായി ഓർമ്മയുണ്ട്. ആദ്യകാലത്ത് ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു, ഓരോ സ്റ്റേജാണ്, പിന്നെ ശരിയാവുന്നതാണ്. വളരെ കൃത്യമാണ് വഴി. മാത്രമല്ല അയാൾ മുജാഹിദ് സ്റ്റേജിൽ നിന്നാണ് പറയുന്നത്, ഇയാൾ പറയുന്നത് സുന്നി സ്റ്റേജിൽ നിന്നാണ്. ഇപ്പൊ ഇബ്നു തൈമിയ്യയുടെ കാര്യമായൊരു വാദമാണല്ലോ, ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല, സിയാറത്ത് ചെയ്യാൻ പാടില്ല. ഈ വാദം വരെ വാദിച്ചുകൊണ്ട് ലാസ്റ്റ് അയാൾ പറയുന്നുണ്ട് ഉറപ്പില്ല അതൊക്കെ അയാളെ കിതാബിലുണ്ട് എന്നല്ലാതെ ഉറപ്പില്ലല്ലോ അയാൾ പറഞ്ഞോന്ന്. എന്തൊരു കഥ സഹോദരങ്ങളെ. കണ്ട ആ ഭാഗം വായിക്കുന്നു കൂടി കേട്ടോളൂ.